കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി നിരവധി സെമിനാറുകളും ജീവിതപാഠ ലഹരി എന്ന പേരിൽ എക്സൈസ് വകുപ്പ് സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. ലഹരിയിൽ നിന്നും തലമുറയെ രക്ഷിക്കുന്നതിന് നടത്തേണ്ട പ്രവർത്തനങ്ങൾ, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട നിയമവശങ്ങൾ ഉൾപ്പെടെ സെമിനാറിൽ അവതരിപ്പിച്ചു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സാമൂഹ്യനീതി വകുപ്പ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കൃഷ്ണജ വിഷയം അവതരിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് സെമിനാറുകളും നടത്തുന്നത്. കൊല്ലം ആശ്രമം മൈതാനിയിലെ വേദിയിൽ എക്സൈസ് വകുപ്പാണ് ജീവിതമാണ് ലഹരി എന്ന സെമിനാർ സംഘടിപ്പിച്ചത്. നിരവധി ആളുകൾ പങ്കെടുത്ത പരിപാടി കൊല്ലം എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എം നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. ലഹരിയുടെ ഉപയോഗത്തിൽ നിന്നും അവരെ മോചിപ്പിച്ചെടുക്കുന്നതിനും നാടിനെ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല സുന്ദര കേരളമാക്കി എടുക്കുന്നതിനും നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാണ്. ഏകദേശം 15 ദിവസങ്ങളോടെ കഴിയുമ്പോൾ നമ്മുടെ സ്കൂളുകളെല്ലാം വീണ്ടും തുറക്കും, സജീവമാവും. എല്ലാ സ്കൂൾ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ പഠിച്ച് മിടുക്കരും മിടുക്കുകളും ആവാൻ വേണ്ട സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ലഹരി ജീവിതത്തിലുണ്ടാക്കുന്ന വിപത്തുകളെക്കുറിച്ചും ചികിത്സയുടെ പ്രാധാന്യത്തെക്കുറിച്ചും സെമിനാറിൽ ചർച്ചയായി. സാമൂഹിക നീതി വകുപ്പ് മെഡിക്കൽ ഓഫീസർ വിഷയാവതരണം നടത്തി. എക്സ്റ്റേണലി ഒരു വലിയ ത്രെട്ടിനെ അതിജീവിക്കുമ്പോൾ ഇന്റേണലിയും ഒരു വാറിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ഈസ് ദാറ്റ് ഇന്റേണൽ വാർ? ഇറ്റ് ഈസ് ദ വാർ ഓൺ ഡ്രഗ്സ്. നമുക്ക് ദോഷകരമാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് നിർത്താൻ പറ്റാത്ത ആ ഒരു ശീലം, അതാണ് അഡിക്ഷൻ. ഇനി അഡിക്ഷനെ എങ്ങനെ നേരിടണമെന്ന് അറിയണമെങ്കിൽ ആദ്യം അഡിക്ഷൻ്റെ ശാസ്ത്രം നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കണം. വാട്ട് കോസസ് അഡിക്ഷൻ എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ബ്രെയിൻ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഓർഗനാണ്. പല ന്യൂറൽ നെറ്റ്വർക്ക്സ്, പല ന്യൂറൽ പാത്വേസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. നമ്മുടെ ചിന്ത, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, ഇതിനെല്ലാം കണക്ട് ചെയ്യുന്നത് ആ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു പ്രധാനപ്പെട്ട എവല്യൂഷണറി മെക്കാനിസമാണ് റിവാർഡ് സിസ്റ്റം അഥവാ റിവാർഡ് പാത്വേ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ റിവാർഡ് സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ വലിയ തോതിലുള്ള ഉൽപ്പാദനം ഉണ്ടാവും. അപ്പോൾ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്തായിരുന്നു? വി ഫീൽ ഗുഡ്. നമ്മുടെ ബ്രെയിൻ നമ്മളോട് പറയും ഇത് കൊള്ളാം, ഇത് നീ വീണ്ടും ചെയ്യണം, ബിക്കോസ് ഇറ്റ് ഫീൽസ് ഗുഡ്. എക്സൈസുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ശിക്ഷകളും സംബന്ധിച്ച വിവരണം എക്സൈസ് ഡിവിഷൻ ഓഫീസ് മാനേജർ നടത്തി. സെക്ഷൻ 8 എന്തിനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1996-ൽ ബഹുമാനപ്പെട്ട കേരള സർക്കാർ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ ചാരായം നിയമം മൂലം നിരോധിച്ചു. അതുകൊണ്ട് തന്നെ അതിനുശേഷം ചാരായം ഒരു തുള്ളി പോലും ഒരു തുള്ളി പോലും നിങ്ങളുടെ കൈവശം വയ്ക്കുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ പിടിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അബ്കാരി ആക്ട് സെക്ഷൻ 8 ആയിരിക്കും ശിക്ഷയായിട്ട് നിങ്ങൾക്ക് വരുന്നത്. 8(1) and 2 ആണ് സെക്ഷൻ വരുന്നത്. അതിൻ്റെ ശിക്ഷ എന്ന് പറയുന്നത്, ശിക്ഷാവിധി നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു തുള്ളി ചാരായമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷവും 1 ലക്ഷം രൂപയിൽ കുറയാത്ത ശിക്ഷയുമായിരിക്കും. ലഹരിക്കെതിരെ നാഷണൽ സർവീസ് സ്കീം നടത്തുന്ന പ്രവർത്തനങ്ങൾ ജില്ലാ കോർഡിനേറ്റർ വിവരിച്ചു. നാഷണൽ സർവീസ് സ്കീമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ കയ്യിൽ ഏറ്റവും ശക്തമായ ഒരു ഗ്രൂപ്പാണ് വോളണ്ടിയേഴ്സ് എന്നത്. തീർച്ചയായും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോ സാമൂഹ്യ നീതി വകുപ്പിനോ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിനും ഇറങ്ങി ചെല്ലാം താഴേട്ട് തട്ടിലേക്ക് ഒരു പരിധി വരെയുണ്ട്. പക്ഷേ നാഷണൽ സർവീസ് സ്കീമിന് ഏത് ലെവലിലുള്ള, അതായത് ഓരോ വീടുകളിൽ പോലും വോളണ്ടിയേഴ്സിന് സന്ദർശിച്ച് അവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് അവരെ പല രീതിയിലുള്ള തിരുത്തലുകളിലേക്ക്, നല്ല നേർവഴിയിലേക്കും നടക്കാൻ ഒരൊറ്റ വോളണ്ടിയർ വിചാരിച്ചാൽ കഴിയും. വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അരവിന്ദ് ഘോഷായിരുന്നു സെമിനാറിന്റെ മോഡറേറ്റർ. എല്ലാ കോളേജ് ഹോസ്റ്റലുകളിലും ശ്രദ്ധ എന്ന പേരിൽ ഈ ലഹരി വിരുദ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് നടന്നു വരികയാണ്. വരും കാലങ്ങളിൽ കൂടുതൽ സജീവമായിട്ട് നടന്നു വരികയും അതിൻ്റെ പ്രവർത്തനങ്ങൾ NSSുമായിട്ട് അടക്കം ചേർന്നുകൊണ്ട് വളരെ വിപുലമായി നടത്തുകയും ചെയ്തതാണ്. കൊല്ലത്ത് വളരെ സജീവമായി ഞങ്ങൾ പ്രവർത്തിച്ച് ഇനിയും മുന്നേറി വരുമെന്ന ടീച്ചറോട് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ VC ബൈജു ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും വിവിധ വിദ്യാഭ്യാസ സ്ഥാപന പ്രതിനിധികളും വിമുക്തി മിഷൻ ഉദ്യോഗസ്ഥരും സെമിനാറിൽ പങ്കെടുത്തു.
മീഡിയ 1 കൊല്ലം.